മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റ് ഭയന്ന CPM പ്രതിനിധിയായ വനിതാ അംഗം മുങ്ങി. പഞ്ചായത്തിലെ മറ്റ് CPM അംഗങ്ങളും വിട്ടുനിന്നതോടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് യോഗം ചേരാനായില്ല. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്നതാണ് കൗതുകകരം. അബിതാഭായ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായി എത്തിയാൽ തടയാൻ BJP പ്രവർത്തകർ സംഘടിച്ചിരുന്നു. വന്നാൽ കൈയോടെ പൊക്കാൻ ഉറപ്പിച്ച് ആറന്മുള പോലീസും. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഉറപ്പിൽ അബിതാഭായ് തൽസ്ഥിതി തുടർന്നു. അംഗബലം പോരെന്ന ഘട്ടത്തിൽ ഭരണകക്ഷി പ്രതിനിധികൾ ആരും യോഗ ഹാളിലേക്ക് എത്തിയതുമില്ല. ചുരുക്കത്തിൽ ഹാജർ നില കുറവായതിനാൽ യോഗം ചേരാനായില്ല. അതെ, നമ്മുടെ കണക്കൂട്ടിൽ അവർ അറസ്റ്റ് ഭയന്ന് തന്നെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവരെത്തിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഇന്ന് ഇവിടുത്തെ CPM നേതൃത്വം ഇത് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. അയോധ്യ പ്രയാണം ഇന്ത്യ കുതിക്കുന്നു, ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള ഓട്ടം എന്ന ടാഗ് ലൈനോടെ ശ്രീരാമ ഭക്തിഗാനം ചേർത്ത് അർദ്ധനഗ്നനായ ഒരാൾ ഓടുന്ന വീഡിയോയാണ് അബിതാഭായ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതി പിന്നാലെ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു. IPC 153A പ്രകാരം കേസെടുത്തതോടെ അബിതാഭായ് പെട്ടു. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഹിന്ദു സമൂഹത്തെ വേട്ടയാടിക്കൊണ്ട് പല രീതിയിൽ CPMൻ്റെയും ഇവിടുത്തെ LDF സർക്കാരിൻ്റെ സമ്മതത്തോടുകൂടിയും ആണ് ഇവരിത് ചെയ്യുന്നത്. 14 അംഗ ഭരണസമിതിയിൽ 8 പേരാണ് ഇടതുപക്ഷത്തുണ്ടായിരുന്നത്. വൈസ് പ്രസിഡന്റായിരുന്ന ആളുടെ മരണത്തെ തുടർന്ന് പകരക്കാരനെ കണ്ടെത്താനായിരുന്നു യോഗം വിളിച്ചത്. തിരഞ്ഞെടുപ്പ് നാളെ നടത്താനാണ് നീക്കം. മുൻകൂർ ജാമ്യ നീക്കം വിജയിക്കാതെ വരികയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള യോഗത്തിൽ BJP പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്താൽ കാര്യങ്ങൾ CPM പ്രതീക്ഷിക്കുന്നത് പോലെ എളുപ്പമാകില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.